ഇന്നിപ്പോൾ കുറച്ച് പണികളേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ട് കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുക്കുക, ഉപ്പിടുക, പച്ചമുളക് ഇടുക, വിനാഗിരി ഇടുക, വിനാഗിരി ഒഴിക്കുക. അത് കഴിയുമ്പോഴത്തേക്കിന് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് നെല്ലിക്ക പെറുക്കിയിടാം. അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയിൽ കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് പാവയ്ക്കയും മേടിച്ചുകൊണ്ടുവന്നായിരുന്നു. പാവയ്ക്ക എനിക്കും വെണ്ടയ്ക്ക അപ്പൂനുമാണ്. അപ്പോൾ അതിനെല്ലാം ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കണം. ആമിക്കുട്ടൻ അടുത്ത് നിന്ന് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇതെൻ്റെ ഇടയ്ക്കൊരു കോമഡി പറഞ്ഞു, അതാണ് ഞാൻ നോക്കി നിന്ന് ചിരിച്ചത്. അങ്ങനെ ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി അങ്ങ് വെച്ചു. ഇനി മത്തങ്ങാട് ഊഴമാണ്. മത്തങ്ങക്കറി എനിക്കും അപ്പൂനും എല്ലാവർക്കും കൂടാണ്. ഇത് എരിശ്ശേരി വെക്കുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൂനാണ്. അപ്പൂ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ മത്തങ്ങ എല്ലാം കൂടി ഞാൻ അരിഞ്ഞു വെക്കുകയാണ്. ഇതാകുമ്പോൾ എപ്പോഴാണോ കറി വെക്കേണ്ടതെന്ന് വെച്ചാൽ അന്നേരം എടുത്താൽ അത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. ഇതിൻ്റെ ഈ കുരുവൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അങ്ങനെ ഞാൻ അതും ഒന്ന് കഴുകി കട്ട് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്തൊരു പാത്രത്തിനകത്താക്കി വെച്ചതിന് ശേഷം ഞാൻ മറന്നു പോയൊരു കാര്യമുണ്ട്, അത് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് സവാള അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതരിഞ്ഞ് ഈ പാത്രത്തിനകത്ത് പാവയ്ക്കാടെ ഉഴിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇതുപോലെ എടുത്ത് ചട്ടിക്കകത്തോട്ട് തട്ടും, അപ്പം മറന്നു പോകും. അതുകൊണ്ട് അതും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചു. അതിന് ശേഷം ഇച്ചിരി മീനിനകത്ത് അരപ്പ് ഇട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, മെനിങ്ങാന്ന് മത്തി മേടിച്ചപ്പോൾ കിട്ടി. അതിനകത്ത് കിടന്ന മത്തി അല്ലാത്ത 2-3 മീനുണ്ടായിരുന്നു. അതിനെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ കളയുന്ന എന്തിനാ. അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മസാലയൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി അത് വെക്കാനുണ്ട്. അപ്പം 3 മീനുണ്ട്, 3 പേർക്കായി. എനിക്കിപ്പോൾ മീൻ വേണമെന്നൊന്നുമില്ല, മുട്ട പൊരിച്ചാലും ഞാൻ ചോറ് കഴിക്കും. അപ്പോൾ അങ്ങനെ ആ മീനും പുരട്ടി ഫ്രിഡ്ജിലോട്ടങ്ങ് വെക്കുകയാണ്. കണ്ടോ മീനൊക്കെ ഉണ്ടോ, ഇതാണ് മീൻ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അരപ്പ് പുരട്ടി. ഇതിനകത്ത് പിടിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടൊക്കെ വിറക് പോലെ ഇരിക്കുന്നു മീൻ. എന്നാലും ഞാൻ മാക്സിമം അതിനകത്തെല്ലാം പുരട്ടി ഇതാണ്ട് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കുവാണ്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇതിപ്പോൾ സവാള അരിയുന്നത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും 2 മുട്ടയെ കൂടുതൽ തിന്നണമെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നത് കൊണ്ട് ഇന്നിപ്പോൾ പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് കഞ്ഞിയാണ്, വേറെ ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ മുട്ട പൊരിക്കാൻ വേണ്ടി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മുട്ട പാത്രത്തിനകത്ത് അടച്ചു വെച്ച് വേറൊന്നും കൊണ്ടല്ല. കൊണ്ടുവന്നപ്പോൾ പൊട്ടി ഒരു മുട്ടയായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഇടിച്ച് കയറ്റിയപ്പോൾ അത് നല്ലോണം ഒന്നും കൂടി പൊട്ടി. അമ്മാമ്മ ഒരുപാട് പറഞ്ഞതെങ്കിൽ ബ്രൂണോയ്ക്ക് കൊടുക്കിടിയെന്ന്, പക്ഷേ എനിക്ക് കൊടുക്കാൻ മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ആ 2 മുട്ടയും കൊണ്ട് എടുത്ത് ഞാനങ്ങ് പൊരിച്ച് കഴിക്കുകയാണ്. സവാളയും 2 മുട്ടയും കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ഞാൻ അതിനകത്ത് ഇടത്തുള്ളൂ. കാരണം കുരുമുളക് ഇടുന്നതും പച്ചമുളകിനേക്കാൾ നല്ലതല്ലേ വയറിനൊക്കെ. അതുകൊണ്ട് അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊരിച്ചെടുക്കുകയല്ല കേട്ടോ, ചിക്കി പൊരിച്ചെടുക്കുകയാണ്. എടുക്കാനല്ല ഉദ്ദേശിച്ചത്, നക്കൊക്കെ ഉളുക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ എടുക്കാനാണ്, പക്ഷേ ഈ പന്നപ്പാനിനകത്ത് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനെല്ലാം കൂടെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്.